ഹായ് ഹലോ എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഞാൻ അവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി. പിന്നെ തമ്മിലിൽ കണ്ട പോലെ ഞാൻ നടത്തം നിർത്തി. കാരണം വേറൊന്നുമല്ല, ഞാൻ ഇന്നലെ രാത്രി ഇരുന്നിട്ട് ഞാൻ പോവേണ്ട റൂട്ട് നോക്കിയപ്പോൾ നമുക്ക് മാപ്പിൽ നമ്മുടെ ഇത് കാണിക്കും, സ്ട്രീറ്റ് വ്യൂ കാണിക്കും. അപ്പോൾ ഇതുപോലെ. അപ്പോൾ ഞാൻ നോക്കിയപ്പം ഈ റോഡൊക്കെ കണ്ടോ, ഇതിനൊന്നും സൈഡിൽ പാത്തതേ ഇല്ല. അപ്പോൾ പിന്നെ ഞാൻ ആലോചിച്ച് കുറച്ചിങ്ങനെ നടന്ന് പിന്നെയും ബസ് എടുത്ത് അങ്ങനെ പോയിട്ട് ഇപ്പം എന്താ കാര്യം? അതായത് ഇച്ചിരി നടക്കുമ്പോഴത്തിന് പിന്നെ തിരിച്ച് ഞാൻ നടക്കേണ്ടി വരും ബസ് സ്റ്റോപ്പിലോട്ടൊക്കെ. അപ്പോൾ അത് നല്ലൊരു പരിപാടിയല്ലെന്ന് തോന്നി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ ഇന്നലെ രാത്രി നിന്ന് അതുവരെയുള്ള എയർബിഎൻബീസ് ഞാൻ വീട്ടിൽ നിന്ന് പോരുന്നതിന് മുന്നേ ബുക്ക് ചെയ്തിട്ടുള്ളായിരുന്നു. ഇന്നത്തേത് ആക്ച്വലി 2 ദിവസം മുന്നെയാണ് ഞാൻ ബുക്ക് ചെയ്തത്. നാളത്തത് ഞാൻ ബുക്ക് ചെയ്തിട്ടില്ല. അപ്പം ഇന്ന് ഓൾറെഡി ഞാൻ ബുക്ക് ചെയ്തതുകൊണ്ട് അവിടെ പോയി നിൽക്കൽ നിർബന്ധമാണ്. കാരണം ഇത്രയും ദിവസം നിന്നതിൽ കുറച്ചും കൂടെ എക്സ്പെൻസീവ് ആയിട്ടുള്ളത് ഇന്നാണ്. ഇന്ന് അവിടെ പോയി നിൽക്കും വേണം എന്ന് വിചാരിച്ച്. നാളത്തത് ഞാനിനി എടുക്കുന്നില്ല. കാരണം നാളെയും ഇതുപോലെ ബസ് എടുത്ത് ചുമ്മാ അതിൻ്റെ ഇടയിലൊരു സ്റ്റോപ്പ് വേണ്ടല്ലോ. അപ്പം നാളെ ഞാൻ ഡയറക്റ്റ് നേരെ കാർഡിഫിലോട്ട് ബസ്സോ ട്രെയിനോ എന്താണ് ഈസി എന്ന് ചോദിച്ചാൽ നാളെ ഇന്നത്തെ അവിടെ നിന്നിട്ട് നാളെ പോകാമെന്ന് വിചാരിച്ചു. എന്നിട്ട് പിന്നെ കാർഡിഫ് ഒന്ന് ചുറ്റിക്കറങ്ങി തിരിച്ച് നാളെ തന്നെ വീട്ടിലോട്ട് പോരാമെന്ന് വിചാരിച്ചു. കാരണം വേറെ ഓപ്ഷൻ ഇല്ല ഇപ്പം ഇനി. അപ്പോൾ ഇവിടുന്ന് ഒരു 2-3 ബസ്സെന്തോ മാറി കയറിയാൽ ഇന്നത്തെ സ്റ്റേയിലെത്തും. ഹോക്കസ്ബറി അപ്റ്റൺ എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്, അവിടെ എത്തും. അവിടെ 3 മണിക്ക് ചെക്ക് ഇൻ ചെയ്യാൻ പറ്റും. ഇന്ന് ഏകദേശം ആ സമയത്തൊക്കെ തന്നെ എത്തും തോന്നുന്നുണ്ട്. എൻ്റെ മുന്നേ എവിടുന്നേലൊക്കെ ലഞ്ചൊക്കെ കഴിച്ച് പോവാം. അപ്പോൾ കാര്യമായിട്ട് ഇന്ന് വ്ളോഗിൽ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് എനിക്കറിയില്ല. നമ്മൾ അവിടെ എത്തിയിട്ട് 3 മണിക്ക് എത്തുന്നുണ്ടല്ലോ. അപ്പോൾ അവിടുന്ന് എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും കാണിക്കാനോ ചെയ്യാനോ ഉണ്ടോ എന്നുള്ളത് നോക്കിയിട്ട് അങ്ങനെ ചെയ്യാം. അതുകൊണ്ട് ബസ് വരുന്നു. Corn gas change. Corn gas noodles. Yeah. 3 pounds in, please. Yeah, just tap. All right. Thank you. Thank you. Yes, mate. അങ്ങനെ ബസ് കയറി ഇങ്ങനെ പോവാണ് കേട്ടോ. അപ്പം സൈഡിലുള്ള കാഴ്ചകൾ ഇതൊക്കെയാണ്. 2 സൈഡിലും ഭയങ്കര ദൂരത്തോളം കിടക്കുന്ന പാടങ്ങളാണ്. റോഡാണെങ്കിൽ ഇതാ കണ്ടില്ല, ചെറിയൊരു റോഡ്. ഒരു വണ്ടിക്ക് മാത്രം ഒരു സമയത്ത് പോവാം, അല്ലെങ്കിൽ ഇങ്ങോട്ട് വരുന്ന വണ്ടിക്കും കൂടെ മാത്രം പോകാൻ പറ്റുന്ന സൈഡിലൂടെ ഒന്നും നടക്കാൻ പറ്റില്ല. പിന്നെ സൈഡിൽ കണ്ടില്ലേ പാടങ്ങൾ, വലിയ പാടങ്ങൾ. അവിടെ അതൊക്കെയാണ് കാഴ്ചകളുള്ളത്. ഒരു ഗ്രാമത്തിൻ്റെ ഉള്ളിൽ കൂടിയാണ് പോകുന്നത്. അങ്ങനെ ഞാൻ ഇന്നത്തെ നമ്മളെ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട്. എൻ്റെ പുറകിൽ കാണുന്ന ഇതാണ് നമ്മളെ സ്റ്റേ. എനിക്ക് തോന്നുന്നത് ഒരു റെസ്റ്റോറൻറ്റും കൂടെ ആണെന്ന് തോന്നുന്നുണ്ട്. ഇത് ലൈവ് മ്യൂസിക് എവറി ഫ്രൈഡേ അങ്ങനത്തെ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഡെസ്റ്റിനേഷനും കൂടിയാണെന്ന് തോന്നുന്നുണ്ട്. ഇതൊരു ക്വയറ്റായിട്ടുള്ളൊരു ചെറിയൊരു വില്ലേജാണ് കേട്ടോ. ഇത്രയേ ഉള്ളതെന്ന് തോന്നുന്നു ഇത്. പിന്നെ ഇവിടെ ഇത് മാത്രമേ ഒരു സ്റ്റേ ആയിട്ടുള്ളൂ. എന്തായാലും നമുക്ക് പോയി നോക്കാം. 3 മണിക്കാണ് ചെക്ക് ഇൻ ടൈം, പക്ഷേ 2:55 ആയിട്ടുള്ളൂ. പോയി നോക്കാം. അങ്ങനെ ഫൈനലി റൂമിലെത്തിട്ടോ. ഞാൻ പുറത്തുനിന്ന് ഇങ്ങനെ നോക്കിയപ്പോൾ അവിടെ ആരും കാണില്ല, ഒന്നുമില്ല. ഡോറ് ലോക്കാണ്. ഉള്ളിലേക്ക് കയറാൻ ഒരു വഴിയില്ല. കുറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞു നോക്കി. അങ്ങനെ അവസാനം പുറത്തോട്ടൊരാൾ ഉള്ളിൽ നിന്ന് വന്നു. അപ്പോൾ അയാളോട് അങ്ങനെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അയാൾ ഈ പ്രോപ്പർട്ടീൻ്റെ മെയിൻ്റനൻസിൻ്റെ ആളാണ്, ഇതിൻ്റെ ആരുമല്ല. പിന്നെ ഇതിൻ്റെ ഓണർക്ക് ഞാൻ വിളിച്ച് നോക്കിയപ്പോൾ പുള്ളിക്കാരനും ഫോൺ എടുക്കുന്നില്ല. ഞാൻ ഇയാളോട് ചോദിച്ചു നോക്കി എന്താ സംഭവം എന്നൊക്കെ ചോദിച്ചപ്പോൾ അയാൾ എൻ്റെ കൺഫർമേഷൻ കോഡും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇതിൻ്റെ ആൾക്കാർക്ക് വിളിച്ച് നോക്കിയപ്പം ഫൈനലി അയാൾ തന്നെ ഉള്ളിലോട്ട് കയറ്റി. അങ്ങനെ ഇപ്പോൾ ഞാൻ റൂമിലെത്തി. പിന്നെ ഈ റൂം ഞാൻ രാവിലെ പറഞ്ഞ പോലെ എക്സ്പെൻസീവ് ആണെന്ന് പറയാൻ കാരണം ഈ ഏരിയയിൽ ഇത് മാത്രമേ ഉള്ളൂ ഇവിടെ ഒരു റൂമായിട്ട് കൊടുക്കുന്നത്. പിന്നെ ഈ റൂം എന്ന് പറഞ്ഞാൽ റൂം ഫോർ 3 ആണ്, 3 ആൾക്കുള്ള റൂമാണ്. ഞാൻ റൂം ഞാൻ കാണിച്ചു തരാം. സോ ഇതാണ് ഒരു 2 ആൾക്ക് കിടക്കാനുള്ള ഒരു ബെഡ്. ഇവിടെ ഞാൻ ഒറ്റ കിടക്കും. പിന്നെ ഇത് വേറൊരു ബെഡ്. ഇവിടെ ഒരു TV ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ഷെൽഫുണ്ട്. പിന്നെ ഇവിടെ വന്നിട്ട് കെറ്റില്, 3 ബിസ്കോഫിൻ്റെ ബിസ്ക്കറ്റ്സൊക്കെ ഉണ്ട്. മിൽക്ക്, കോഫി പൗഡർ, ടീ പൗഡർ കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ അങ്ങനെ വന്നിട്ട് ഇതാണ് നമ്മളെ വാഷ്റൂം. ഷവർ അവിടെ ഉണ്ട്, ടോയ്ലറ്റ്, വാഷ് ബേസ്,
അപ്പോൾ ഇങ്ങനെയാണ് കാര്യങ്ങൾ. ഞാനൊന്ന് റെഡി ആവട്ടെ. ഇവിടെ അടുത്ത് എന്തെങ്കിലും അട്രാക്ഷൻസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നോക്കട്ടെ. ഇവിടുന്നാണെങ്കിൽ കറക്റ്റ് ഒന്നും കാണിക്കണില്ല. നേരത്തെ ഇറങ്ങി നോക്കിയപ്പം ഒന്നും കാണിക്കണില്ല. എന്നാലും ചുമ്മാ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ നോക്കട്ടെ. ഇല്ലാന്നുണ്ടെങ്കിൽ ചുമ്മാ ഈ വില്ലേജ് കൂടെ ഒക്കെ ഒന്ന് നടക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അങ്ങനെ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് ഞാൻ പുറത്തിറങ്ങിയിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ച്. എന്തായാലും നമ്മൾ കൂടുതൽ നേരത്തെയാണല്ലോ എത്തിയത്. പിന്നെ എന്താണ് കേട്ടോ ഈ കാണുന്നതാണ് നമ്മളെ സ്റ്റേ. പിന്നെ ഇവിടുത്തെ വീടൊക്കെ നോക്ക്, ഇങ്ങനത്തെ ഓരോ വീടും കാര്യങ്ങളൊക്കെ. ഈ ഏരിയയിൽ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല കേട്ടോ. ആകെ ഈ കാണുന്ന ആ ഒരു കൺവീനിയൻസ് സ്റ്റോറും പിന്നെ കുറച്ചപ്പുറത്ത് അങ്ങോട്ട് പോയാൽ അവിടെ ഒരു റെസ്റ്റോറൻറ്റ് മാത്രമേ ഈ ഏരിയയിലുള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തോട്ടൊന്ന് കയറിയിട്ട് ഇവിടെ എന്താ ഉള്ളതെന്ന് നോക്കാം. താങ്ക് യു. ഹായാ. ഇവിടെ ഇങ്ങനത്തെ മിഠായും കാര്യങ്ങളും അതൊക്കെയാണുള്ള കേട്ടോ. You close at 7, right? Yes. Okay. I'm staying at the Fox Inn. Oh, okay. All right, yeah. I'll just get the pistachio. Yeah, I'll do a card. So you're not filming me, are you? No. Good. അപ്പാപ്പൻ പറഞ്ഞത് കേട്ടില്ലേ, എന്നെ ഫിൽം ചെയ്യണില്ലല്ലോ എന്ന്. അപ്പം ഞാൻ പറഞ്ഞു ഇല്ല, ചെയ്യണില്ല പറഞ്ഞിട്ട് ഞാൻ ഈ അവസാനം അടുത്ത് കാണിച്ചു കൊടുത്തിട്ടോ, ഇനി ഒന്ന് മേക്ക് ഷുവർ ചെയ്തോളൂ ഞാൻ എടുത്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പുള്ളിക്കാരൻ പറയാ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് കോപ്പി റൈറ്റ് ഇഷ്യൂ പൈസ തരേണ്ടി വരും എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ ചിരിച്ച് പറഞ്ഞാണ്. അതാണ് ആൾക്കാർ ഇവിടെ. എനിക്ക് ഷൂട്ട് ചെയ്യാനൊരു മടി, അതാണ് ആൾക്കാരോട് ഞാൻ അങ്ങനെ സംസാരിക്കണം കാര്യങ്ങളൊക്കെ വെച്ചാൽ ഓൾക്ക് താല്പര്യം ഉണ്ടാവില്ല. പിന്നെ ഞാൻ അവിടെ നിന്നൊരു പിസ്റ്റാഷ്യോ മേടിച്ചു. ഞാൻ നടന്നു നോക്കട്ടെ ഇവിടെ എന്താ ഉള്ളതെന്ന്. ഞാൻ പറഞ്ഞില്ലേ, ഒരു കുഞ്ഞ് ഗ്രാമം, ആകെ കാണുന്ന ചെറിയൊരു സ്ഥലം മാത്രമേ ഉള്ളൂ. ഞാൻ അവിടെ ഒരു റെസ്റ്റോറൻറ്റും കാണുന്നുണ്ട്, ഒരു ഗ്രൗണ്ടും കാണിക്കുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് പോയി ആരാ ഇരിക്കണമെന്ന് നോക്ക് മോനെ. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് പോയി നോക്കട്ടെ, ഗ്രൗണ്ട് എങ്ങനത്തെ ഗ്രൗണ്ടാണാവോ. ഒരു പ്ലേ ഗ്രൗണ്ട് മാപ്പിൽ കാണിക്കുന്നുണ്ട്, പോയി നോക്കാം. നല്ല രസമുള്ള സ്ഥലമല്ലേ. ഞാനിപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ നടന്നു തരാം കേട്ടോ. അപ്പോൾ ഇവിടെ എത്തിയപ്പം ചുമ്മാ മാപ്പ് എടുത്ത് നോക്കിയതാണ് എവിടെ റെസ്റ്റോറൻറ്റ്. ഈ കാണുന്നത് ഇനി റെസ്റ്റോറൻറ്റ് അതുകൊണ്ടോ, ബാക്കിയുള്ള വീടുകളുടെ അതുപോലെ തന്നെ. അപ്പോൾ എനിക്ക് മനസ്സിലാവണ്ടേ. പിന്നെ പുറത്തുള്ള ബാനറും ഇതൊക്കെ കണ്ടപ്പോഴാണ് സംഭവം മനസ്സിലായത്. അതാണ് നമ്മൾ പറഞ്ഞ റെസ്റ്റോറൻറ്റ്. രാത്രി 10-11 മണി വരെ എന്തോ അവിടെ ഫുഡുണ്ട്. അപ്പം പോയി നോക്കാം. പിന്നെ പാർക്കും ഇവിടെ അടുത്ത് തന്നെയാണ്. ഒരു മിനിറ്റ് അപ്പുറത്ത് എന്തോ വാക്കാണ്, ഇതാണെന്ന് തോന്നി. ഇത് തന്നെ, അവിടെ ഊഞ്ഞാലൊക്കെ കാണുന്നുണ്ട്. പോയി നോക്കാം എങ്ങനത്തെ പാർക്കാണ് എന്താണ്. ഇത് കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കാന്ന് തോന്നിട്ടോ. എന്നാലും ജസ്റ്റ് പോയിരിക്കാം. അങ്ങനെ ഇവിടെ കുറച്ച് നേരം വെറുതെ വന്നിരിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഈ കാണുന്ന ഇതൊക്കെ ചെറിയ കുട്ടികൾക്കുള്ള പാർക്കാണ്. പിന്നെ ഈ സൈഡിൽ ബാക്കിൽ ഒരു ഫുട്ബോൾ ഗ്രൗണ്ടായിട്ട് അവിടെ കാണുന്നുണ്ട്. അവിടെ ഏതൊക്കെ കുറച്ച് കുട്ടികളും ഉണ്ട് കേട്ടോ കളിക്കുന്നത്. ഫുട്ബോളാണെങ്കിൽ ഞാനും കയറി ചെന്ന് 2 തട്ടൊക്കെ തട്ടീനി. പിള്ളേരോടെ എന്തോ ചെറിയ പിള്ളേർ എന്തോ കളിക്കുന്നുണ്ട്. അങ്ങനെ എനിക്ക് തോന്നുന്നു ഈ ഏരിയയിലൊക്കെ പീപ്പിൾ ഡെൻസിറ്റി ഭയങ്കര കുറവാകുന്നുണ്ട് കേട്ടോ. ആകെ കുറച്ച് ആൾക്കാരൊക്കെ ഉള്ളൂ തോന്നുന്നുണ്ട്. ഇത്ര ഈ ഒരു റൗണ്ട് കഴിഞ്ഞാൽ ആൾക്കാർ കഴിഞ്ഞു. പിന്നെ ഇതുപോലെ കാട്, പാടം അങ്ങനെയായിട്ട് പോവാണ്. ഞാൻ ഇപ്പോൾ വന്ന വഴിയിൽ അങ്ങനെ തന്നെ കണ്ട്. കുറച്ചിങ്ങനെ പോകും, അപ്പം ചെറിയൊരു കൊച്ചു സ്ഥലം കാണും. പിന്നെയും പോകുമ്പം പിന്നെയും ചെറിയ കൊച്ചു സ്ഥലങ്ങൾ. അത്രയൊക്കെ തന്നെ ഉള്ളൂ ഇവിടെ. അധികം ആൾക്കാരും ഇല്ലെന്ന് തോന്നുന്നു. അങ്ങനെ ഞാൻ ലണ്ടനിലുള്ള എൻ്റെ വീട്ടിലെത്തിയിട്ടോ. വീട്ടിലെത്തിയിട്ട് ഞാൻ വീഡിയോസൊക്കെ എടുത്ത് എഡിറ്റ് ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോഴാണ് അന്ന് പിന്നെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. ഇനി കാര്യമായിട്ടൊന്നും നടന്നിട്ടൊന്നുമില്ല. ഞാൻ പിന്നെ ഫുഡ് കഴിച്ച് വേഗം കിടന്നുറങ്ങി. അപ്പോൾ ആകെയാണ് അന്നുണ്ടായത്. പിന്നെ അടുത്ത വീഡിയോയിൽ നമ്മൾ കാർഡിഫിൽ പോകുന്നതും കാർഡിഫിൽ എത്തിയിട്ടുള്ള അവിടുത്തെ കാഴ്ചകൾ, അവിടുത്തെ കാസിൽ, അവിടുത്തെ സിറ്റി സെൻറ്റർ, പിന്നെ അവിടുത്തെ കാർഡിഫ് ബേ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണിച്ചു തരുന്ന ഒരു വീഡിയോ അടുത്തതായിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് എന്ത് ചെയ്യുക, എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ഇടുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കണ്ടോളി. കുറേ ആൾക്കാർ ഞാൻ നോക്കിയപ്പം ആകെ 100-300 ആൾക്കാരെ കാണുള്ളൂ. അതിലെന്തായാലും 60% ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. റെഡിയാൻ നിർത്തുകയാണ്. അപ്പോൾ നാളത്തെ വീഡിയോയിൽ കാർഡിഫിൻ്റെ കാഴ്ചകളായിട്ട് കാണാം. ബൈ.